വട്ടം മീൻ വാങ്ങിക്കാൻ പോയപ്പോഴേക്കും എനിക്ക് കിട്ടിയതായിരുന്നു ഇത്. ഇതിന് നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താ പറയാ? ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ ഇതിനെ പൂത്താരി എന്നാണ് പറയുക. ഇതിനാണെ കഴുകി വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. ചെതുമ്പലില്ല, പക്ഷെ ഭയങ്കര ഉളുമ്പാണ്. യു എയിൽ വളരെ കുറവായിട്ട് മാത്രമേ ഈ മീൻ കിട്ടാറുള്ളൂ. അത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് ഇന്നൊരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കാന്ന്. ഇപ്പൊ മീൻ നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മീന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് മീൻകറി എപ്പോഴും ചട്ടി വെക്കുന്നതാണല്ലോ നല്ലത്. അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം മൂക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴന്നു വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. എണ്ണയെല്ലാം നന്നായിട്ട് വറ്റി വരത്തില്ലേ, ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളവും ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് നന്നായിട്ട് നീട്ടിയെടുക്കണം. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് അതനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ടിരിക്കുന്ന പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് അനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് കുറുകി തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു. അതുകൊണ്ട് ഈ ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. നമ്മൾ ഈ സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.